നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മളിതാ ഈ ഒരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ സാധാരണ കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് 2 പീസ്. ഇത് കൂടാതെ സാധാരണ പേപ്പർ ക്യാൻവാസും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 12 ഇഞ്ചിലുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്ന 1 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഭാഗം ബാക്കിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്കായിട്ട് ക്യാൻവാസിൻ്റെ 1 പീസ് വെച്ച് കൊടുക്കുക. ക്യാൻവാസിൽ ഷൈനിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ തുണിയുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം മോൾ ഭാഗത്തൂടെ ആയിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് സൈഡ് നമ്മളിത് അയൺ ചെയ്തെടുത്തു. സെയിം രീതിയിൽ തന്നെ ഫ്രണ്ട് സൈഡ് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കണം, തുണിയായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ അടുത്തൊരു പീസിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 2 പീസ് തുണിയും അതുപോലെ 2 പീസ് ക്യാൻവാസും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളവും വീതി 9 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ 2 പീസിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് 1 പീസ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളിതാ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് മുകളിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് 2.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിന് ചെറിയ പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ സിബ്ബാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സിബ്ബ് നമ്മൾ തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് 9 ഇഞ്ചിൽ. ഇനി സിബ്ബിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം. നമ്മൾ സിബ്ബ് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് 2ആയിട്ട് ചെറുതായിട്ട് വേർപ്പെടുത്തുക. എന്നിട്ട് റണ്ണറിൻ്റെ വീതിയായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയുള്ള 2 ഹോളിൻ്റെ ഉള്ളിലും ആയിട്ട് സിബിൻ്റെ 2 അറ്റങ്ങളും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മോൾ ഭാഗം ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് റണ്ണർ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മൾ റണ്ണർ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സിബ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ബാക്കിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക, തുണിയുടെ അരികിലേക്കായിട്ട്. അതിനുശേഷം തുണിയുടെ അരികുഭാഗവും നമ്മൾ സിബിൻ്റെ അരികുഭാഗവും ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു അരിക് ഭാഗം ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ ആയിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു ചെറിയ പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സിബിൻ്റെ അടുത്തൊരു അരിക് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി അരിക് ഭാഗം ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ അരിക് ഭാഗത ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ ആയിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി 2 സൈഡിലും സിബിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങളുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള അടുത്തൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെയിം രീതിയിൽ തന്നെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ 2 പീസിലും സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2 പീസ് ലൈനിങ് തുണിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ലൈനിങ് തുണികൾ വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ 3 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 2 പീസും സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ദാ 1 പീസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുകളിലെ 2 കോർണർ ഭാഗത്തായിട്ട് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക. അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ 2 സൈഡ് ഭാഗങ്ങളും ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ തുണി നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 പീസുകളും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ ക്യാൻവാസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മെയിൻ ഫാബ്രിക്കിൽ നിന്ന് 1 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി നമ്മൾ 18 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്ന് താഴേക്കായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തേന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെയും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതും പോക്കറ്റിലെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതും തമ്മിൽ ഒരുമിച്ച് വെക്കുക. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ മോൾ ഭാഗത്തൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഒരു പീസിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മെയിൻ ഫാബ്രിക് ആയിട്ടുള്ള അടുത്തൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് സെയിം രീതിയിൽ തന്നെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം അങ്ങനെ നമ്മളിതാ 2 പീസിലും പോക്കറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് വേറൊരു പീസ് തുണിയാണ്, കുറച്ച് കട്ടിയായിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ നീളം 18 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 9 ഇഞ്ചിലുമാണ്. ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി നമ്മൾ പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന് മെയിൻ ഫാബ്രിക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ അരികു ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ടയായിട്ട് എടുത്തിട്ടുള്ള ആ തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെ നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി രണ്ടിൻ്റെ അരികു ഭാഗം ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ മോൾ ഭാഗത്തൂടെ ആയിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ ഫാബ്രിക് ആയിട്ടുള്ള അടുത്തൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ടിയായിട്ടുള്ള തുണിയുടെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അരികു ഭാഗം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് തുണി നമ്മളിതാ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തുണി സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ ഹാൻഡിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 27 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചിലുമാണ്. ഇനി ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം. ഇനി തുണിയുടെ 2 അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണുള്ളത്. അത് നമുക്ക് പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് ഇതാ 2 ഹാൻഡിലും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഹാൻഡിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 2 സൈഡിലേക്കും 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഭാഗവും സെയിം രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഹാൻഡിലിൻ്റെ ഒരറ്റം വെച്ച് കൊടുക്കുക. അടുത്തൊരറ്റം നമ്മൾ അടുത്ത സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്തൊരു ഹാൻഡിൽ എടുത്തിട്ട് അടുത്തൊരു ഭാഗത്ത് നമുക്ക് ഹാൻഡിൽ വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ അരികു ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഹാൻഡിലുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ടുള്ള തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം താഴത്തെ കോർണർ ഭാഗത്തായിട്ട് 2x2 ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഒരു കോർണർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ അടുത്തൊരു കോർണർ ഭാഗത്തും മാർക്ക് ചെയ്യണം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു ഷേപ്പിൽ തന്നെ 2 സൈഡിൽ നിന്നുമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ അരികു ഭാഗങ്ങൾ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കോർണർ ഭാഗങ്ങൾ ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക. എന്നിട്ട് അരികു ഭാഗം ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കോർണർ ഭാഗവും ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവിടെയും നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം 2 ഭാഗവും. അപ്പോൾ നമ്മൾ കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത്.
ഈ ഒരു തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചതാണ് കേട്ടോ. ഈ തുണിയുടെ കോർണർ ഭാഗത്തായിട്ട് 2x2 ബോക്സ് പോലെ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ രണ്ട് അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്യാം, കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തില്ലേ അതേ രീതിക്ക് തന്നെയാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാഗിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന സിബ്ബാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സിബ്ബ് നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക് 2 എണ്ണം, അതുപോലെ ലൈനിങ് തുണിയും 2 എണ്ണം. തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചിലുമാണ്. ഈ സിബിലേക്ക് നമ്മൾ 2 റണ്ണറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സിബിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ അരികിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ലൈനിങ് തുണി എടുത്തിട്ട് അരികിലൂടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി 3 അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ് തുണി ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. ബാക്കിലേക്കായിട്ട് വെച്ചിട്ട് സിബിൻ്റെ ഭാഗത ഇതുപോലെ വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ലൈനിങ് തുണി എടുത്തിട്ട് അതിൻ്റെ അരികിലേക്കായിട്ട് സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി മെയിൻ ഫാബ്രിക് എടുത്തിട്ട് സിബിൻ്റെ മുകളിലേക്കായിട്ട് അരികിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഈ 3 എണ്ണത്തിൻ്റെ അരികു ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ ആയിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മോൾ ഭാഗത്തൂടെ ആയിട്ട് 2 സൈഡിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാനായിട്ട് ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കാം. നല്ല ഭാഗം ഉള്ളിലേക്ക് എന്ന രീതിയിൽ. ഇനി 2 അരികു ഭാഗം മാർക്ക് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. മാർക്ക് ചെയ്തിട്ടുള്ള 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് സിബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഈ സിബ് വെച്ച തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ്. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ജോയിൻ്റ് ഭാഗവും സിബിൻ്റെ ജോയിൻ്റ് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാം. അടുത്തൊരു ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരികു ഭാഗങ്ങളും 2ൻ്റെയും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളത്. ഇനി ഈ ഒരു ഷേപ്പിൽ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മളിതാ ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് സിബ് ഒന്ന് തുറന്നു കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണുള്ളത്. ഇനി മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ലൈനിങ് തുണിയുടെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 2ൻ്റെ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിബ് തുറന്ന് വെച്ചിട്ടുണ്ടാകുന്നല്ലോ ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ബാഗ് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ അത് ഹാൻഡിലിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് 2 ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നല്ലൊരു ബാഗാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. 2 പോക്കറ്റും അതുപോലെ മോൾ ഭാഗത്ത് സിബൊക്കെ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞൊരു വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള ബാഗാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് സിബ് വെച്ചതും അതുപോലെ പോക്കറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാഗ് ഇന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോനൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.